ഹായ്, നേഹൂസ് പ്രിറ്റി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് പ്ലാന്റ്സുകളൊക്കെ വിറ്റ് തീർക്കുവാണ്. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സൊക്കെ നമ്മൾ തീർക്കുവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ നഴ്സറിയുടെ ഫ്രണ്ടിലെ റോഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആകുവാണ്. അപ്പോൾ അതിനു മുമ്പേ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സൊക്കെ കുറച്ച് വിറ്റ് തീർക്കാനായിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പർച്ചേസിനോട് എല്ലാവർക്കും ഇതുപോലൊരു മണിമുല്ലയുടെ ഇത് നമ്മുടെ നഴ്സറി പൂത്ത മണിമുല്ലയാണ്. ഇതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള തൈ എല്ലാവർക്കും ഫ്രീ ആയിട്ടുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. മണിമുല്ലയുടെ പൂക്കൾ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ഭംഗിയാണ്, നിറയെ പൂക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ്. കോപ്പർ ലീഫിൻ്റെ പ്ലാന്റാണ്. നല്ല മൾട്ടി കളറായിട്ട് വരുന്നത്, ഓറഞ്ചും പിങ്കും ഗ്രീനും എല്ലാം കൂടെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അത് ബുഷാക്കി ഇതുപോലെ പൊട്ടിലേക്ക് നിർത്തിയാൽ നല്ല ഭംഗിയാണ്. ഇതിലൂടെ നല്ല കളർ ഇതിനാവും. നമ്മൾ വെയിലായപ്പം വെയിൽ കൂടിയിട്ട് ഇത്തിരി മാറ്റി വെച്ചിരുന്നു ഷെയ്ഡിലോട്ട്, അതാണ് കളർ കുറഞ്ഞു പോയത്. ഇത് അതിൻ്റെ നാരോ ലീഫാണ്. ഇതിൻ്റെ അരികിലൂടെ ഒരു പിങ്ക് ബോർഡറൂടെ വരും, ലേസ് പിടിപ്പിച്ചതുപോലെ. നിങ്ങൾക്ക് ഞാൻ അടുത്ത് സൂം ചെയ്ത് കാണിക്കാം, അപ്പോൾ കാണാം. അതായത് കണ്ടോ, പിങ്ക് കളറിലൊരു ബോർഡറൂടെ വരും. രണ്ടും നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് നിർത്തണം, അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി നല്ലപോലെ അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും തൈകളാണ് ഈ കാണുന്നത്. അടുത്ത് ഈ അൾട്രാന്ധ്ര പ്ലാന്റ് ആണ്, റൂബി ഗ്രാസ് എന്ന് പറയുന്നത്. ഇതും ഈ പറയുന്ന പോലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും കട്ട് ചെയ്ത് നിർത്താം, ബോൾ ഷേപ്പിലുമൊക്കെ. ഇത് കലാത്തി ആരോ റൂട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അത് ഗ്രീനും വൈറ്റൂടെ ലീഫി ഷെയ്ഡ് വരുന്നത്, നല്ല ഭംഗി ഇത് കാണാൻ. ഞാൻ ഇത്തിരി ഇരുട്ടാകാറായപ്പോഴാണ് വീഡിയോ പിടിച്ചത്, അതാണ് ഇത്തിരി വെളിച്ചം കുറവ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതുപോലെ നല്ല വൈറ്റ് ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡോടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പ്ലാന്റ് നമ്മൾ വെച്ചാൽ മതി, പിന്നെ ഇതൊരിക്കലും നശിച്ചു പോകില്ല. ഇതിൻ്റെ കിഴങ്ങിൽ നിന്ന് വീണ്ടും വീണ്ടും തൈകളുണ്ടായി നല്ല ബുഷിയായിട്ട് വളർന്നോളൂ. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കരുത്, കരിഞ്ഞു പോകും. അടുത്തത് ഈ പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ ഈ കളറുള്ള പൂക്കളുണ്ടാകുന്ന കുറച്ച് തൈകളുണ്ട്. അടുത്ത കാരിക്കേച്ചർ പ്ലാന്റിൻ്റെ ഈ ഗ്രീനും വൈറ്റൂടെ വരുന്ന ഷെയ്ഡാണ്. ഈ ക്രോട്ടൺ പ്ലാന്റിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. ഈ ക്രോട്ടൺ പ്ലാന്റൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫുകളും വരുന്നത്. ഇതും നമുക്ക് ഇടയ്ക്ക് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. അതിൻ്റെ പിങ്ക് കളർ വരുന്ന ഡിസൈനാണിത്. രണ്ടും നല്ല ഭംഗിയാണ്. അപ്പം നമ്മൾ ഇത് ചെടികളെല്ലാം നീട്ടി വിടാതെ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗിയിൽ പ്ലാന്റ് നിൽക്കുക. അടുത്ത ബിഗോണിയയുടെ ഈ പ്ലാന്റാണ്. ഇതിൽ നല്ല റെഡ് കളറ് പൂക്കളുണ്ടാകും. അടുത്ത ഡ്രസീനയുടെ ഈ വെറൈറ്റിയാണ്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങിയ പ്ലാന്റാണ്. ഇതിന് കാറ്റലോഗിൽ 150 രൂപയോളം വിലയാണ്. ഇപ്പം ഞാനത് ഓഫർ വിലയിലാണ് കൊടുക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല വെറൈറ്റി. അധികം കോമൺ ആയിട്ട് കാണാത്തൊരു ഡ്രസീനയാണ്. അടുത്തത് ബട്ടർഫ്ലൈ എഗ്ലോണിമയാണ്. ഇതിൻ്റെയൊക്കെ കുറച്ച് പ്ലാന്റ് കൂടെ ഇനി ബാക്കിയുള്ളൂ. നല്ല വലിയ പ്ലാന്റാണ്. ഇതും അഗ്ലോണിമയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇതും വളരെ കുറച്ച് പ്ലാന്റ് കൂടി ഇനിയുള്ളൂ. ഇത് പീസ് ലില്ലി വേരിഗേറ്റഡ് വൈറ്റ് ഷെയ്ഡ് നല്ലപോലെ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇത് ഇനി ഇരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് വലിയ പ്ലാന്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരുന്നു. ഈ പ്രാവശ്യത്തെ പ്ലാന്റിന് 100 രൂപയാണ്. അപ്പം വേണ്ടവർ പറയുക. പിന്നെയുള്ളത് ഡ്രസീന ഗോൾഡൻ മിൽക്കിയുടെ തൈകളാണ്. 2-3 ഷൂട്ടായ തൈകളാണ്. അടുത്ത അഗ്ലോണിമയുടെ ഈ വെറൈറ്റിയാണ്. ഗ്രീൻ ലീഫല്ല, വൈറ്റ് ലൈൻസ് ഇങ്ങനെ വരുന്ന നല്ലൊരു വെറൈറ്റിയാണ്, വൈറ്റ് സ്റ്റെമ്മോട് കൂടിയത്. ഇതാണ് പ്ലാന്റ് സൈസ്. പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ കുറച്ച് തൈകളുണ്ട്. നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ നല്ല പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്.
പിന്നെയുള്ളത് ഈ പാമാണ്, ഫോക്സ് ടെയിൽ പാം എന്ന് പറഞ്ഞാൽ നഴ്സറീസിലൊക്കെ നല്ല വിലയാകുന്ന പ്ലാന്റാണ്. അപ്പം നിങ്ങൾക്ക് വലിയ ഗാർഡനൊക്കെ ഉണ്ട്, അതിൽ സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റാണ് ഫോക്സ് ടെയിൽ പാം. ഇതിൻ്റെ ചെറിയ തൈക്ക് വരെ നമ്മൾ നഴ്സറിയിലൊക്കെ വില അന്വേഷിച്ചാൽ 350 രൂപയൊക്കെ ആകും. അപ്പം നമ്മളിതിൻ്റെ ഇപ്പോൾ ചെറിയ തൈകൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരൂടെ വലിയ തൈകളായിരുന്നു 100 രൂപയ്ക്ക്, ഈ പ്രാവശ്യം 80 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിലിട്ട ഒരു കലേഡിയം വെറൈറ്റിയാണ്. ഈ പ്രാവശ്യം ഇതിൻ്റെ തൈകളില്ല കേട്ടോ, 1-2 ഒക്കെ ഉള്ളൂ. ഇനി ഞാനതിൻ്റെ കളർ കണ്ടുകൊണ്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് വെറുതെ. നല്ല കളറാണിപ്പം. അടുത്തത് ഇരാന്തമോ എന്ന് പറയുന്ന ഈ ലീഫി പ്ലാന്റ് ആണ്. ഇതും പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗി നിൽക്കുന്ന പ്ലാന്റ് ആണ്. പിന്നെ കൂഫിയ പ്ലാന്റിൻ്റെ ഈ വയലറ്റ് കളർ, പർപ്പിൾ കളറിൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ഉണ്ട്. ഇതുപോലെ നല്ല തിങ്ങി നിറയെ കുരുകുരാ പൂക്കളുണ്ടാകും, എപ്പോഴും പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണ്. പിന്നെ ഇത് ബോർഡർ ഗ്രാസ് ആണ്, നമ്മൾ ബോൾ ഷേപ്പിലെല്ലാം വെട്ടി നിർത്തിയിരിക്കുകയാണ്. പിന്നെ ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഈ വെറൈറ്റി ഉണ്ട്, നാരോ ലീഫ് ഉള്ള നല്ല യെല്ലോ കളറോട് കൂടിയ പ്ലാന്റ്. ഇത് ഫിലോഡൻഡ്രോൻ്റെ ഡ്വാർഫ് വെറൈറ്റിയാണ്. നമുക്ക് ഇൻഡോറിലൊക്കെ ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. പിന്നെ ലില്ലി ഈ പ്ലാന്റിൻ്റെ ഈ വേരിഗേറ്റഡ് പൂവുണ്ടാകുന്ന പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയ പ്ലാന്റ് ആയിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. ഈ പ്രാവശ്യം ഇതിൻ്റെ ചെറിയ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്, സിംഗിൾ ഷൂട്ടോട് കൂടിയ ചെറിയ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഇത് പെന്നിവേർട്ടാണ്. പിന്നെയുള്ളത് ചൈന ഡോൾ പോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ടിലും ഇൻഡോറിലൊക്കെ വെക്കാൻ ഒരു മരത്തിൻ്റെ ഫീലിംഗ് വരുന്ന ഒരു പ്ലാന്റാണിത്. മെഹന്തി പ്ലാന്റ് എന്നാണ് എൻ്റെ പേര്, വേറെ ഒരു പേര് കൂടെ ഉണ്ട്, അത് ഞാൻ മറന്നുപോയി. പിന്നെയുള്ളത് ഈ ഹാങ്ങിങ് പ്ലാന്റ് ആണ്, ടാങ്കിൾ ടിയേഴ്സിൻ്റെ മെറൂൺ കളർ, ഒരു ബ്രൗൺ കളർ പോലാണ് ഇതിൻ്റെ തണ്ടുകളൊക്കെ വരുന്നത്. അതിനേക്കാളും ചെറിയ ഇലകളുമാണ്, നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ. ഇത് ടാങ്കിൾ ടിയേഴ്സിൻ്റെ ഗ്രീൻ കളറിൽ ലീഫുകൾ വരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് ആണ്. പിന്നെ 3-4 വെറൈറ്റി കോളിയാസ് പ്ലാന്റ് കൂടെ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സ്. ഇതും നമ്മൾ മണ്ണും മണലും ഒക്കെ ചേർന്ന പൊട്ടി മിക്സിലോട്ട് നട്ടാൽ മതി, നല്ല ഭംഗിയായിട്ട് വളർന്നോളും. കോളിയാസ് പ്ലാന്റ് നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചാണകപ്പൊടി മാത്രമേ വളമായിട്ട് കൊടുക്കാവുള്ളൂ, എല്ലുപൊടിയോ വേറെ വളങ്ങളോ ഒന്നും ചേർക്കരുത്. എൻ്റെ തണ്ടൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സിനാണ് 20 രൂപയെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസുകൾ. ഇതിലേതെങ്കിലുമൊക്കെ പ്ലാൻസ് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. വേണ്ട പ്ലാന്റിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.